സോ ടൈറ്റൻസ്, ഞാൻ എന്തിനെ കുറിച്ചാണ് സംസാരിക്കാൻ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ, എന്തുപറ്റി? ഈ ബോട്ടിലാണോ? ടൈറ്റൻസ്, നമ്മൾ ഇതൊക്കെയല്ലേ ചെയ്യുന്നത്. ബോട്ടിൽ വാങ്ങിക്കുന്നു, വെള്ളം കുടിക്കുന്നു, ബോട്ടിൽ വലിച്ചെറിയുന്നു. നിങ്ങൾക്കൊന്നും അറിയാമോ, ഇന്ന് നമ്മുടെ നാട്ടിൽ ഓരോ മിനിറ്റും 1,00,000-ൽ കൂടുതൽ പെറ്റ് ബോട്ടിലാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം അറിഞ്ഞാൽ നിങ്ങളെല്ലാവരും സന്തോഷിക്കും. ഇതിൽ 85 തൊട്ട് 90% വരെയാണ് ബോട്ടിൽ റീസൈക്കിൾ ചെയ്യപ്പെടുന്നത്. അതുമാത്രമല്ല, ലോകത്തിൽ ഇന്ത്യയാണ് ബോട്ടിൽ റീസൈക്ലിങ്ങിൽ നമ്പർ 1 ആയിട്ടുള്ളത്. പക്ഷേ ഓരോ മിനിറ്റിലും 10 തൊട്ട് 15,000 ബോട്ടിൽ വരെ റീസൈക്കിൾ ചെയ്യപ്പെടുന്നില്ല. ഇതൊക്കെ നമ്മൾ ഒരുമിച്ച് ചേർക്കാൻ ശ്രമിച്ചാൽ ഒരു 15-17 ദിവസങ്ങളിൽ ഈ ബോട്ടിൽസ് ഒക്കെ ചേർന്ന് ഒരു പ്ലാസ്റ്റിക് മല തന്നെയാവും. അത് നമ്മുടെ നാടിന്റെ ഉയർന്ന സ്റ്റാച്യു ഓഫ് യൂണിറ്റി അതിനേക്കാളും വലുതാവും. ഇങ്ങനെ നമ്മൾ ഓരോ വർഷവും ഇങ്ങനെ 18 മുതൽ 20 വരെ മലകൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ പ്ലാസ്റ്റിക് ബോട്ടിലിനെ ഭംഗിയുള്ള ഒരു കഥയാക്കി മാറ്റി ഞാൻ കപിൽ ഭാട്ടിയ മുംബൈയിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. റീസൈക്കിൾ ബോട്ടിൽ കൊണ്ട് ഉണ്ടാക്കപ്പെട്ട നല്ല തുണിയുടെ ബ്രാൻഡ് യൂണിറാക്ക്. നമ്മളെല്ലാവരും പ്ലാസ്റ്റിക് ബോട്ടിലുകൾ വേസ്റ്റ് ആണെന്ന് വിചാരിക്കുമ്പോൾ അത് നമുക്ക് ചവറുകൊട്ടയിൽ നിന്ന് കിട്ടാറുണ്ട്. പക്ഷേ ഈ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഒരു റിസോഴ്സ് എന്ന് വിചാരിച്ചാൽ നമുക്ക് ഇതുകൊണ്ടൊരു ടീഷർട്ടോ ബ്ലേസറോ ഉണ്ടാക്കാൻ പറ്റും. ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ അതിശയിക്കും. നമ്മൾ സാധാരണ തുണിക്ക് പകരം ഈ റീസൈക്കിൾ ബോട്ടിൽ കൊണ്ട് തുണി ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ 30 തൊട്ട് 40% വരെ കാർബൺ എമിഷൻ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. യൂണിറാക്ക് കഴിഞ്ഞ 4 വർഷത്തിൽ ഏകദേശം 2 ലക്ഷം ഗാർമെന്റ്സ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ 20 ലക്ഷം റീസൈക്കിൾ ബോട്ടിലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് 6 ലക്ഷം മുതൽ 8 ലക്ഷം വരെയാണ് കാർബൺ എമിഷൻസ് കുറച്ചിട്ടുള്ളത്. യൂണിറാക്ക് ഒരു ഡെയിലി ഫാഷൻ വെയർ ബ്രാൻഡാണ്. ഇത് നിങ്ങളുടെ ഫാഷൻ നീഡ്സിനെ ഫുൾഫിൽ ആക്കുകയാണ് ചെയ്യുന്നത്. യൂണിറാക്കിന്റെ ഗോൾ ഒന്ന് മാത്രമാണ്: ടു റെഡ്യൂസ് കാർബൺ എമിഷൻസ് 1% അറ്റ് ദ ടൈം, 1 ഗാർമെന്റ് അറ്റ് ദ ടൈം. ഇപ്പൊ പറയൂ ടൈറ്റൻസ്, നിങ്ങൾ ഈ യൂണിറാക്കുമായി യോജിക്കാൻ തയ്യാറാണോ? ഞങ്ങളുടെ കൂടെ ചേർന്ന് ഇന്ത്യയുടെ ആദ്യത്തെ ഗ്ലോബൽ സസ്റ്റൈൻ ബ്രാൻഡിനെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. താങ്ക് യു. ഈ ഐഡിയയുടെ തുടക്കം എങ്ങനെയായിരുന്നു എന്ന് പറയാമോ? സാർ, എന്നെ സംബന്ധിച്ചിടത്തോളം ഏതൊരു ബിസിനസിന്റെ ഐഡിയയും ഒരു കസ്റ്റമറുടെ കയ്യിൽ നിന്നാണ് വരുന്നത്. അങ്ങനെയാണ് ഒരു ട്രേഡ് ഷോയിൽ ഞാനൊരു കസ്റ്റമറെ കണ്ടുമുട്ടുന്നത്. അദ്ദേഹമാണ് എന്നോട് നിങ്ങളെ കൊണ്ട് റീസൈക്കിൾ ബോട്ടിൽ കൊണ്ട് ജാക്കറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചത്. ഒരു ബിസിനസ്മാൻ ഒരിക്കലും നോ പറയരുതല്ലോ. ഞാൻ പറഞ്ഞു അതിനെന്താ ചെയ്യാലോ എന്ന് പറഞ്ഞു. പക്ഷേ എങ്ങനെ ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അതിനുശേഷം ഞാൻ പോയി റിസർച്ച് ചെയ്തു. ഇന്ത്യയിൽ നിന്നൊന്നും കിട്ടിയില്ല. കുറച്ച് മാസങ്ങൾക്ക് ശേഷം എൻ്റെ ഒരു ഫ്രണ്ടാണ് എന്നോട് വന്ന് പറഞ്ഞു, നോക്കൂ, ഇദ്ദേഹം എൻ്റെ ഒരു കൂട്ടുകാരനാണ്, ഇയാൾ ഡ്രസ്സ് നിർമ്മിക്കുന്നുണ്ട്, നിങ്ങൾ ഇദ്ദേഹത്തിന് കുറച്ച് സാമ്പിൾ കൊടുക്കുമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ ഇതൊന്നും ചെയ്യാറില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെന്റെ റിക്വസ്റ്റ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഡ്രസ്സ് വാങ്ങിച്ചു. അതിൽ നോക്കിയപ്പോൾ ഹാർപെറ്റ് ഫാബ്രിക് എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ അന്വേഷിച്ചത് എൻ്റെ കയ്യിൽ തന്നെ വന്നു. അതിൽ നിന്ന് എനിക്ക് ഐഡിയ ഉദിച്ചു. 6 മാസങ്ങൾക്ക് ശേഷം ഇന്ത്യയിലുള്ള എല്ലാ മുനിസിപ്പൽ കോർപ്പറേഷനുകളും പ്ലാസ്റ്റിക് വേസ്റ്റ് കാരണം ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ മറ്റൊരു സംഭവം ഉണ്ടായി. എൻ്റെ മകൻ, അപ്പോഴവന് 8 വയസ്സായിരുന്നു. അവൻ വീട്ടിൽ പഠിക്കുമായിരുന്നു. ഓൺലൈൻ ക്ലാസ്സിലാണ് പഠിത്തം. ഒരു ദിവസം പെട്ടെന്ന് അവൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛാ, ഡു യു നോ ദാറ്റ് കടലിൽ മീനിനേക്കാളും കൂടുതൽ പ്ലാസ്റ്റിക് ആയിരിക്കും ഉണ്ടാവുക, അതും വരുന്ന 2050-നുള്ളിൽ എന്ന്. നമ്മളും ഇതൊക്കെ കേട്ടതാണല്ലോ. അതുകൊണ്ട് ഞാനും പറഞ്ഞു ആ ശരിയാണെന്ന്. അപ്പോഴവൻ എന്നോട് പറയുക, എന്താ അറിയോ, എന്താ നിങ്ങളൊക്കെ ചെയ്യുന്നതെന്ന്. അപ്പോഴാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്. അതായത് വരുന്ന തലമുറകൾ നമ്മളെയാണ് ബ്ലെയിം ചെയ്യുക എന്ന്. ഈ പ്രോബ്ലങ്ങളൊക്കെ പറഞ്ഞു. അവിടെ വെച്ച് ഞാൻ തീരുമാനിച്ചു, ഐ തിങ്ക് ഇതൊരു ബ്രാൻഡായി മാറ്റേണ്ട സമയമെന്ന്. കാരണം ഇതിൽ റീസൈക്കിൾ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ യൂസ് ആവുന്നത് മാത്രമല്ല, കാർബൺ എമിഷൻസും കുറയുന്നുണ്ടെന്ന് മനസ്സിലായി.